ഇത് CPIM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കരിങ്ങാലി വെള്ളം നൽകിയ ഹരിതചട്ടം പാലിക്കാൻ വേണ്ടി നൽകിയ കുപ്പിയാണ്. ഇതിൽ കൃത്യമായി തന്നെ CPIM കൊല്ലം ജില്ലാ സമ്മേളനം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഡയസിൽ കൊണ്ട് വെക്കുന്ന സമയത്ത് ചിന്ത ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഇതിൽ നിന്ന് ഈ വെള്ളം കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിനെ സൂം ചെയ്ത് ഇതിൻ്റെ വീഡിയോ പകർത്തി ഇപ്പോൾ പുറത്ത് തെറ്റായി പ്രചരിപ്പിക്കുന്നു. മദ്യം വിളമ്പി എന്നുവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെയും ഒക്കെ പ്രവർത്തകർ. ഇത് രാഷ്ട്രീയമായി തന്നെ CPM-നെ വേട്ടയാടുന്നതിനൊപ്പം ചിന്തയും സജീവമായി മുമ്പും വേട്ടയാടിയതുപോലെ വീണ്ടും ഒരു സൈബർ ഒരു അറ്റാക്കിനാണ് ഇവർ ശ്രമിക്കുന്നത്. ചിന്ത, അവിടെ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ ജില്ലാ സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ നല്ല രൂപത്തിൽ പാർട്ടിയുടെ തന്നെ സ്വന്തം സ്ഥലത്ത് വെച്ചാണ് ഇത്തവണ ജില്ലാ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്റ്റേജിൽ കുടിക്കാനായി ചൂടുവെള്ളം തന്നതാണ്. നമ്മളെല്ലാവരും വേദിയിലുള്ളവരെല്ലാം ചൂടുവെള്ളം കുടിച്ചു, അതത്രേ ഉള്ളൂ. പക്ഷേ അടുത്ത ദിവസം ഇതിങ്ങനൊരു അത്ര വലിയൊരു കാര്യമാണോ ഒരാൾ വെള്ളം കുടിക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത്. സമയത്ത് ചിന്തയുടെ നേരെ അത് വളരെ കൃത്യമായി തന്നെ ഒരു ക്യാമറയായിട്ട് വന്നു. അതായത് നമ്മൾ വേദിയിൽ ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ കുറച്ച് മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പരസ്പരം പറഞ്ഞ് ചിരിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ക്യാമറ ഇതുമായി ബന്ധപ്പെട്ട് വിഷ്വൽ എടുക്കാനായിട്ട് അടുത്തേക്ക് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും ക്യാമറ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് കഴിക്കാതിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ ആക്കുമല്ലോ. അപ്പോൾ അത് കണക്ക് ഞാനിപ്പോൾ കുപ്പി മാറ്റി വെച്ചു, ഇത്രേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പം ഇവർ പറയുന്നതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇതിനു മുമ്പും ഇതുപോലെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള അസംബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസത്തേക്ക് വേണ്ടി ഇങ്ങനെ കരുതി വെച്ച് പുറത്തു വിടുകയാണ്. അതിലൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇതൊരു അവസരമായി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഈ പറയുന്ന ഇതുപോലെയുള്ള കുപ്പികൾ, ആ കുപ്പികൾ റീയൂസ് ചെയ്യാനാണ് ഗവൺമെൻറ് പറയുന്നത്. എല്ലാ സംവിധാനം, ഹരിത കേരള മിഷനാണെങ്കിലും ശുചിത്വ മിഷനൊക്കെ പറയുന്നത് പരമാവധി പ്ലാസ്റ്റിക് ഒഴിവാക്കുക, റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഈ വെള്ളം എന്തിനാണെങ്കിലും ഉപയോഗിക്കാനാണ് പറയുന്നത്. അത് പാലിച്ചതാണ് വലിയ അപരാധം. എന്തായാലും പകൽ മാന്യന്മാർക്ക് ഇതൊരു വലിയ വിവാദം. അതേസമയം CPIM ഇതേപോലെ തന്നെയുള്ള ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ പ്രകൃതിയും അതിൻ്റെ പരിസ്ഥിതിയും സംരക്ഷിക്കാൻ ഇനിയും മുന്നോട്ട് പോകും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.